എൻ്റെ കുറേ പേഷ്യൻസ് ഉണ്ട്. അവർക്ക് പലപ്പോഴും ഫുഡ് അഡിക്ഷൻ ഉണ്ട്. മധുരമുള്ളത് കഴിക്കാനുള്ള ഒരു ക്രേവിങ് വരും. നിർത്താൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണ്. അവർക്കെല്ലാം സ്വയം ഭയങ്കര കുറ്റബോധമാണ് ഇത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾക്കറിയോ, ഫുഡ് ഇൻഡസ്ട്രി നിങ്ങളെ ഇതുപോലെ അഡിക്റ്റീവ് ആക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവാക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ അഡിക്ഷന്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്നും ഇതിൽ നിന്ന് എങ്ങനെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും രക്ഷപ്പെടാമെന്നുള്ളതും നമുക്ക് നോക്കാം. 1970 ഫുഡ് ഇൻഡസ്ട്രി ഭീമന്മാർ ഒരുപാട് ന്യൂറോ സയന്റിസ്റ്റുകളെ ഈ ഒരു റിസർച്ചിന് വേണ്ടി നിയോഗിച്ചു. ഫുഡ് എഞ്ചിനീയറിംഗ് അവരുടെ ദൗത്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് ഫുഡ് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ഒരു അഡിക്ഷൻ, ഒരു ക്രേവിംഗ് കിട്ടുന്ന ഒരു കൃത്യമായ ഒരു പോയിന്റ്, അതിന് ഭക്ഷണത്തിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം ഇത് കണ്ടെത്തുക. ഇതിനായിട്ട് ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാക്സിമം റിലീസ് ആവുന്ന ഒരു ട്രിഗർ പോയിന്റ് കണ്ടെത്തുക. ഇതേ ഡോപ്പമിൻ തന്നെയാണ് മയക്കുമരുന്ന് അഡിക്റ്റുകൾക്കും ഈ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഭക്ഷണത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അളവിൽ ഷുഗർ, ഫാറ്റ്, ഉപ്പ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ എഞ്ചിനീയറിംഗ് വഴി കണ്ടെത്തുക. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഈ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. നമുക്ക് പലപ്പോഴും തോന്നാറില്ല, പാക്ക്ഡ് ആയിട്ട് വാങ്ങുന്ന സ്നാക്സ് ഒരു പീസ് എടുത്താൽ നിർത്താൻ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് കഴിയില്ല. നമ്മൾ വീണ്ടും അറിയാതെ അടുത്ത പീസ് എടുക്കും, പിന്നെ അടുത്ത പീസ് എടുക്കും. ലേസ് എന്ന് പറയുന്ന പാക്കറ്റ് ഫുഡിന്റെ പരസ്യം തന്നെ കണ്ടിട്ടില്ലേ? നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒന്ന് മാത്രമായിട്ട് ആരെക്കൊണ്ടും കഴിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇതുപോലെ അഡിക്ഷൻ ആയിട്ടുള്ളവർ ഈ ബ്ലിസ് പോയിന്റ് തകർക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മുടെ നാവിനകത്തുള്ള ടേസ്റ്റ് ബഡുകളെ റീസെറ്റ് ചെയ്യാം. തുടർച്ചയായിട്ട് 2 ആഴ്ച നമ്മൾ ഏത് ഫുഡിനാണോ അഡിക്ഷൻ ഉള്ളത്, ഏത് പഞ്ചസാരക്കാണോ അഡിക്ഷൻ ആയിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിന് പകരം നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. 2 ആഴ്ചയാണ് ടേസ്റ്റ് ബഡ് റീസെറ്റ് ചെയ്യാനുള്ള മിനിമം സമയം. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഫുഡ് ഇൻഡസ്ട്രി പലപ്പോഴും പഞ്ചസാര, ഷുഗർ എന്നുള്ളത് ലാബിലിൽ എഴുതില്ല. പക്ഷെ അതിന് പകരം 60ഓളം വ്യത്യസ്തമായ മറ്റു പേരുകളാണ് മധുരത്തിന് അവർ ഉപയോഗിക്കുക. ഇത് നമ്മളിൽ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ ഫ്രീ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങി കഴിക്കുന്ന പല പ്രോസസ്ഡ് ഫുഡുകളിലും നന്നായിട്ട് ഷുഗർ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷുഗറിന് തുല്യമായിട്ടുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ലാബിലിൽ അതുണ്ടെങ്കിൽ അതുപോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മൂന്നാമതായിട്ട് ഫുഡ് ഇൻഡസ്ട്രി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫുഡ് യൂഫോറിയ ഉണ്ടാക്കുക എന്നുള്ളത്. പല രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ അവർ സ്നാക്സിലേക്ക് അഡിക്റ്റ് ആക്കുകയാണ്. ലാബിലിൽ 5ൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം 5 കൂടുതലായിട്ട് വരുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ടേസ്റ്റിനെ മാറ്റിമറിക്കാനും അഡിക്റ്റീവ് ആക്കാനും ഉള്ളത് തന്നെയാണ്. നാലാമത്തത്, പലപ്പോഴും നമ്മൾ പ്രോസസ്ഡ് ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ സൈസ് കുറച്ചല്ലേ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ ഫുഡ് എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രധാന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞ അളവിൽ പോലും വളരെയധികം കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവ് മാത്രം നമ്മൾ വിശ്വസിക്കാതിരിക്കുക.